ആ ശ്രീത് എത്ര പ്രാവശ്യം വിളിക്കുന്നേ? ആ കുട്ടിക്ക് പഠിക്കാനൊന്നുമില്ലേ? ദേ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാ, എനിക്കൊന്നും സഹിക്കുന്നില്ല. എന്നാ പിന്നെ വർക്കിച്ച നമുക്ക് ആ റോസമയൊന്ന് ആലോചിച്ചു. അവളെ കാണുന്നത് എനിക്ക് പേടിയാ. ഹലോ, ഞാൻ നാളെ എറണാകുളത്തേക്ക് വരിക. വനചേച്ചി പറഞ്ഞു പോരാൻ. എന്നെ കൊണ്ട് ഇനി കാണാതിരിക്കാൻ വയ്യ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. വന്നോട്ടെ. നീ ചത്തു പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരും. എന്നാ എപ്പോഴാന്ന് പറ. ഞായറാഴ്ച. സത്യമായിട്ട് വരും. വരുമ്പോ എന്ത് കൊണ്ടുവരും? എറണാകുളം സ്പെഷ്യൽ നല്ല മുഴുത്ത കൊതുക് കൊണ്ടുവരാം. മതി, കൊതുകാലും മതി. കിച്ചേട്ടൻ കൊണ്ടിരുന്നതല്ലേ, പാവമായിരിക്കും. കിടക്കുന്നതിന് മുമ്പ് വിളിക്കാം. അതെ, രണ്ടാളൊന്ന് വരണം. ടെറസിലേ ചേട്ടന്മാരുടെ ഒരു പാർട്ടി ഉണ്ട്. ആ തബലയും കൂടെ അങ്ങെടുത്തോ. അയ്യോ, തബലയല്ല, മൃദംഗം. രണ്ടായാലും കൊട്ടിയാലേ സൗണ്ട് വരുള്ളൂ. പേര് ഒന്ന് മതി. എടുക്കടാ. അയ്യോ, ഇത് അങ്ങനെ പാർട്ടിക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അശുദ്ധമാവും. ആഹാ, അത് ശരി, അശുദ്ധാവൂ. എന്നാ ഒന്ന് കാണണമല്ലോ. നടക്കടാ. എന്താടാ നോക്കണേ? നടക്കാൻ. പിടിക്കളിയാ. അഞ്ജന ശിവരാമനും നീയും തമ്മിൽ എന്താ ബന്ധം? ആ കുട്ടിയും ഞാനും തമ്മിൽ എന്ത് ബന്ധം? പിന്നെ നീയും അവളും കൂടെ ഇന്ന് വണ്ടി കയറി പോയത് എന്തുണ്ടാക്കാനടാ? അത് ആ കുട്ടിയുടെ ഒരു ഡാൻസ് പെർഫോമൻസിന് മൃദംഗം വായിക്കാൻ, ആ കാര്യം പറയാൻ വേണ്ടി ഡാൻസ് ടീച്ചറിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മൃദംഗം വായിക്കുന്നത് എന്റെ പ്രൊഫഷൻ അല്ലേ? അത് ശരി. അപ്പോ ഞങ്ങള് പോവണ്ടെന്ന് പറഞ്ഞ നീ പോവൂ? ആ കുട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഇനിയിപ്പോ പോയില്ലെങ്കിൽ അത് തെറ്റല്ലേ? നീ നിന്റെ ഒടുക്കത്തെ മൃദംഗം അടിക്കടാ ഈ നായിന്റെ മോനെ. അയ്യോ, അവനൊന്നും ചെയ്യരുത്. അവനെ കരിമ്പന്മാരും മുട്ടയെ കുത്തി നിവർന്നു നിന്നപ്പോ ആദ്യം പഠിച്ചത് തറയാൻ പറയൊന്നും അല്ലടാ,
തല്ലാനും തല്ലി തോൽപ്പിക്കാനും തല്ലി കൊല്ലാനുമാ. കൊന്നുകളയും ഞാൻ. നിർത്തിക്കോണം. ഇന്നത്തെ കൊണ്ട് എല്ലാം നിർത്തിക്കോണം. ഇനി ക്യാമ്പസിൽ കണ്ട കൃഷ്ണകുമാർ, അവിടെ കൃഷ്ണകുമാർ. ഏയ്, ഇവൻ ഇവിടെ കിടക്കും. എടുത്തവന്റെ കൈ ഞാൻ എടുക്കും. ഓടാ, ഓൻ. കൃഷ്ണകുമാറിന്റെ പാസ്റ്റിൽ എപ്പോഴെങ്കിലും ഇത്തരം അബ്നോർമൽ കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ എന്തെങ്കിലും മെന്റൽ ഓർ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ്? അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് പിന്നെ കുട്ടിക്കാലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ അത്? കിച്ചന്റെ താഴെ ഒരനിയനുണ്ടായിരുന്നു. അവൻ വണ്ടി ഇടിച്ച് മരിച്ചത് കിച്ചന്റെ മുമ്പിൽ വെച്ച. അതുണ്ടാക്കിയ വിഷമങ്ങൾ ഒരു 5-6 മാസത്തേക്കുണ്ടായിരുന്നു. പൂജയും വഴിപാടും മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് എന്തായാലും അതങ്ങ് മാറി. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആയിരിക്കാം, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ആ ഇൻസിഡന്റ് തന്നെയാണ് റീസൺ. ഫ്ലാഷ് ബാക്ക് ഫിനോമിനാൻ എന്നൊക്കെയാണ് ഞങ്ങൾ ഇതിന് പറയാറ്. മെന്റലി ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടായാൽ ഇത്തരം അവസ്ഥകൾ ഇനിയും ആവർത്തിക്കപ്പെടാം. അപ്പോ ഇനി ഇത് മാറില്ലേ എന്ന് ചോദിച്ചാൽ ഇതങ്ങനെ മരുന്നും ചികിത്സ കൊണ്ട് മാറാൻ ഒരു രോഗമോ അല്ലെങ്കിൽ ഡിസീസോ ഒന്നുമല്ല, ഒരു തരം മാനസികാവസ്ഥയാണ്. ഇത്തരം ഇൻസിഡന്റിലേക്ക് കൃഷ്ണകുമാർ ഭാവിയിൽ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുമാത്രമേ ഇനി മാർഗമുള്ളൂ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്താ ഏതാന്ന് ഞാൻ അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. തെറ്റാന്നറിയാം, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരോടൊക്കെ ഏറ്റുമുട്ടാനുള്ള ധൈര്യം എനിക്കില്ല. എവളെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ ജീവിക്കണ്ടേ? കിച്ചൻ ഇനി എറണാകുളത്തേക്ക് വരണ്ടെന്നാ എന്റെ അഭിപ്രായം. ശരിയപ്പാ, അവൻ വരുന്നു എന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. വേണ്ടപ്പാ, അവൻ ഇനി പഠിക്കാനുള്ള ഭാഗ്യം ഇല്ലെന്നങ്ങ് കരുതിയാ മതി.
അപ്പ പറഞ്ഞ കിച്ചേട്ടൻ കേക്കും, പോവണ്ടെന്ന് പറഞ്ഞാ മതി. അതെ, അതാ എന്റെയും അഭിപ്രായം. ഡോക്ടർ പറഞ്ഞതറിയാലോ. ഏയ് ഡോക്ടർ പറഞ്ഞൊന്നും അവൻ അറിയരുത്, അറിയാൻ പാടില്ല. മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ആകെ കുഴപ്പമാ, ഇല്ലാത്ത അസുഖമൊക്കെ ഉണ്ടാവും. അല്ല, ഡോക്ടർമാര് പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. എന്നാലും അവൻ ഇനി പഠിക്കാൻ വിടണ്ട. എനിക്ക് എപ്പോഴും കാണണം, എന്റെ അടുത്തുണ്ടാവണം. അപ്പ അമ്മ പറയണതാ ശരി. അപ്പ കിച്ചേട്ടനോട് പറയപ്പാ. പറഞ്ഞേ പറ്റൂ.